ഹലോ നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 360 നമ്മൾ റെൻഡർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മളൊരു പഴയൊരു വീഡിയോയിലാണ് ഈ ഒരു ഹൗ ടു ക്രിയേറ്റ് 360 വാക്ക് ത്രൂ എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ ഇട്ടിരുന്നത് ഒരു 7 മാസം മുന്നേ ഇട്ടിരുന്നതാണ്. ആ വീഡിയോയിൽ നമ്മളങ്ങനെ 360 റെൻഡർ എടുത്തിട്ട് അതിനെ എങ്ങനെ വ്യൂ ചെയ്യാൻ ഭാഗത്തിലേക്ക് മാറ്റിയെടുക്കാം. അതായത് ഈ കാണുന്ന പോലെ ഇതൊരു 360 റെൻഡറാണ്. നമുക്ക് ഓരോ ഭാഗത്തേക്ക് മൂവ് ചെയ്യാം, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. കണ്ടില്ലേ, മേലെ സ്റ്റെപ്പ് കയറി മേലേക്ക് പോവാം, അപ്പർ ലിവിങ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇപ്പോൾ വേറൊരു വീട് അതുപോലെ എഡിറ്റ് ചെയ്തതുണ്ട് വേറെ. കേട്ടോ, ഇങ്ങനെ 360 ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെയ്തപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്തിരുന്നത്, ഇത് നമുക്ക് അപ്ഗ്രേഡബിൾ ആണ് ആക്ച്വലി. കാരണം ബേസിക്കലി ഇത് കുറച്ച് കോഡിങ് കാര്യങ്ങളൊക്കെ കയറി വരുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് നമുക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. നിങ്ങൾക്ക് അറിയുമെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുകയാണ്. നിങ്ങൾക്ക് HTML അത് CSS അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന 3 ലാംഗ്വേജ് മാനിപ്പുലേറ്റ് ചെയ്യാൻ അറിയുമെങ്കിൽ, അറിയാവുന്ന ആരെങ്കിലും നിങ്ങൾക്ക് ഈ കാണുന്ന കണ്ടോ ഈ ഒരു ആരോ മാർക്കൊക്കെ ശരിക്കും നിങ്ങൾക്ക് മാറ്റിയെടുക്കാം, റീസൈസ് ചെയ്യുക, അതിന് ട്രാൻസ്പെറൻ്റ് ആക്കാം. ഈ കാണുന്ന ഫുൾ ഇൻ്റർഫേസ് നിങ്ങൾക്ക് ശരിക്കും ബ്ലാക്ക് കളറാക്കിയോ എന്തെങ്കിലും കളറൊക്കെ മാറ്റിയെടുക്കാം. അതായത് ബേസിക്കലി ഈ UI എന്ന് പറയും, യൂസർ ഇൻ്റർഫേസ് കസ്റ്റമൈസ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പറ്റും. പക്ഷെ അത് ഇപ്പോൾ കോഡിംഗ് ഒക്കെ അറിയണം. ഇന്നത്തെ വീഡിയോ ഞാൻ അതല്ല പറയാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഈ 360 നമ്മളിങ്ങനെ ഓരോ റൂമിലേക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത റൂമിലേക്ക് ചെല്ലും, അതിന് അടുത്ത പോയിന്റിലേക്ക് പോകാം, ഇങ്ങനെ പോകാം. വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇവിടെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ ഇഷ്ടമുള്ള റൂമിലേക്ക് എപ്പോൾ വേണമെങ്കിലും ഒറ്റയടിക്ക് നമുക്ക് ചെല്ലാൻ പറ്റും അല്ലേ. അപ്പോൾ ഇങ്ങനെ പോകുന്നതിൻ്റെ പരിപാടിയിൽ വെച്ചിട്ട് ഒരു ഡിഫറെൻ്റ് ഒരു സംഭവം ഞാൻ ചെയ്യാൻ നോക്കിയത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ബെഡ്റൂം കണ്ടില്ലേ, ഈ ബെഡ്റൂം ഞാൻ 360 ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിൽ ഞാൻ ഓട്ടോ റൊട്ടേഷൻ, അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു 360-ലൊക്കെ കാണുന്ന പോലെ, ഫോർ എക്സാമ്പിൾ നേരത്തെ കണ്ട കേട്ടോ, ഇതിലൊക്കെ ഒരു ഓട്ടോ റൊട്ടേഷൻ ഉണ്ട്. ഞാൻ അനക്കാണ്ട് വെച്ചാൽ തന്നെ ക്യാമറ ഇങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഏത് റൂമിൽ പോയാലും ഓട്ടോ റൊട്ടേഷൻ ഉണ്ട്. അത് നമ്മൾ 360 ചെയ്യുമ്പോൾ നമ്മളത് ഓഫ് ചെയ്ത് വെക്കണതാണ്. ഓഫ് ചെയ്ത് വെക്കാം, ഓണാക്കി വെക്കാം. നമുക്ക് ഇവിടുത്തെ റൈറ്റ് കോർണറിൽ നമുക്കത് പോസ് ചെയ്യാം, പ്ലേ ചെയ്യാം ഉള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് കറൻ്റ്ലി പോസ്ഡ് ആണ്, ഡിഫോൾട്ടായിട്ട് പോസ് ആണ്. ഞാൻ നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പ്ലേ ചെയ്യാം. അപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ബെഡ്റൂമിൽ ഈ ഒരു പോസ് കണ്ടില്ല, ഈ ഒരു ഷോട്ട് ഞാൻ എടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എടുത്ത് ലൈറ്റ് തെളിഞ്ഞു. അതായത് സെയിം ഷോട്ടിൽ ഞാൻ ലൈറ്റ് ഇട്ട് റെൻഡർ എടുത്തു. അതുപോലെ തന്നെ സെയിം ഷോട്ടിൽ ഞാൻ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ലൈറ്റ് ഇട്ടേക്കല്ലേ, ലൈറ്റ് ഇട്ടിട്ട് ഞാൻ രാത്രി ആക്കിയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഷോട്ട് കേട്ടോ, അതാക്കി. ഞാൻ ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്നു, അപ്പോൾ രാത്രിയാണ്, ഈ ലൈറ്റും ഇല്ല എന്നുള്ള ഷോട്ട്, അങ്ങനെ ആക്കി. കേട്ടില്ലേ, ബേസിക്കലി ഞാൻ സെറ്റ് ചെയ്തതാണ്. ഓരോ ഷോട്ടിനെ ഞാൻ സെറ്റ് ചെയ്ത് എന്നേ ഉള്ളൂ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നൈറ്റായി. ഞാൻ രാവിലെ ആ ലൈറ്റ് ഇട്ടുള്ള അവസ്ഥയിലേക്ക് എനിക്ക് പോകാം. രാവിലത്തെ ലൈറ്റ് എനിക്ക് ഓഫ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്യാം. കണ്ടോ, ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു പോസിബിലിറ്റി ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. നമുക്കിതിൽ ഈ സെയിം പരിപാടി നമുക്ക് വേണമെങ്കിൽ സീലിംഗ് ലൈറ്റ്സിനൊക്കെ ആക്കാം. ഈവൻ നമുക്ക് വേണമെങ്കിൽ ഒരു ഷോട്ട് ഷട്ടർ തുറന്ന് വെച്ചിട്ട് ഒരു ഷോട്ട് എടുക്കാം, ഷട്ടർ അടച്ചു വെച്ചിട്ട് ഷോട്ട് എടുക്കാം. രണ്ടിനെ 360 ആക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു ഹോട്ട്സ്പോട്ട് എന്ന് പറയും ഈ സാധനം വെച്ച് കൊടുത്തിട്ട് റെൻഡർ എടുക്കുകയാണെങ്കിൽ ചെയ്യാം. ഇപ്പോൾ D5-ൽ നമ്മൾ നോക്കാം. കാരണം ഇതാണ് നമ്മൾ ആ കണ്ട ആ ഒരു സംഭവം. കണ്ടില്ലേ, ഇതാണ് ആ ഒരു ഷോട്ട് ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ എടുത്തേക്കണേ. ഇപ്പോൾ കറൻ്റ്ലി ഈ ലൈറ്റിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ എമിസീവ് കണ്ട ഞാൻ ഓഫ് ചെയ്തിട്ടേക്കാം. എമിസീവ് ഓഫ് ചെയ്ത് ഈ ഷോട്ട് എടുത്തു, റെൻഡർ എടുത്തു 360-യുടെ. അത് കഴിഞ്ഞ് എമിസീവ് ഓൺ ആക്കി, എന്നിട്ട് റെൻഡർ എടുത്തു. ഇപ്പോൾ 2 ഫോട്ടോ കിട്ടുമല്ലോ നമുക്ക്. ആ 2നെ എടുത്തിട്ട് ഞാൻ നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ ആ ഒരു വെബ്സൈറ്റ് ഉണ്ടല്ലോ, മാഴ്സിപനോ എന്ന് പറയുന്ന വെബ്സൈറ്റ്, ഇതിൻ്റെ ടൂളിലേക്ക് പോവുക, സ്റ്റാർട്ട് ചെയ്യുക, സെലക്ട് ഫയൽസിൽ ഞാൻ പോയിട്ട് ആ 2 ഷോട്ട് മാത്രം കയറ്റി കൊടുക്കുക. ഇതിലിപ്പോൾ എൻ്റെ ഒരു 3-4 ഷോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ആഡ് ചെയ്യുന്നു കേട്ടോ. ഇതാണ് ഫസ്റ്റ് ഷോട്ട്. ഞാൻ ഏറ്റവും ആദ്യം തന്നെ ഞാൻ ഈ ഷോട്ടിലേക്ക് വന്നിട്ട് ഇവിടെ ഈ ഓട്ടോ റൊട്ടേറ്റ് ഓഫ് ചെയ്യാണ്. ഓക്കെ, ഓട്ടോ റൊട്ടേറ്റ് ഇല്ല, നേരെ അനങ്ങാണ്ട് നിൽക്കുള്ളൂ. ഫസ്റ്റ് ഷോട്ട് ഇങ്ങനെ, സെക്കൻഡ് ഷോട്ട് ഇതാണ്. അതായത് ആ സെയിം തന്നെ, പക്ഷേ നമ്മുടെ ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് കത്തി കിടക്കുന്നു, കണ്ടില്ലേ. അത് കഴിഞ്ഞ് നമ്മുടെ തേർഡ് ഷോട്ട് വരുന്നത് ഫുള്ള് ഡിം ആയിട്ടുള്ള, അതായത് നൈറ്റ്, രാത്രി നമ്മൾ സീലിംഗ് ലൈറ്റ്സ് മാത്രം ഇട്ടേക്കണം, ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇട്ടിട്ടില്ല, അങ്ങനത്തെ ഒരു ഷോട്ട്. അത് കഴിഞ്ഞ് ആ സെയിമിൽ തന്നെ നമ്മൾ ആ ലൈറ്റ് ഇട്ടു, ഹാങ്ങിങ് ലൈറ്റ് ഇട്ടു, ഒരു ആംബിയൻ ലൈറ്റ് കൊടുക്കുന്ന ഒരു ഹാങ്ങിങ് ലൈറ്റാണ്, അതിട്ട് കണ്ടോ. അങ്ങനെ നമ്മളൊരു 4 ഷോട്ട് സെയിം പൊസിഷനിൽ നിന്നിട്ട് ഒരു 4 ഷോട്ട് എടുത്തു. ആകെ ചെയ്തത് ഒന്ന് രാത്രിയാക്കി ഈ ലൈറ്റ് ഇട്ടു, ഒന്ന് രാത്രി മാത്രം ലൈറ്റ് ഇല്ല, പിന്നുള്ളത് രാവിലെയാണ് ഈ ഹാങ്ങിങ് ലൈറ്റ് ഇട്ടു,
പിന്നെ രാവിലത്തെ മാത്രമായിട്ടുള്ള ഷോട്ട്. എന്നിട്ട് ഞാൻ ഈ ലിങ്ക് ഹോട്ട്സ്പോട്ട് എടുക്കുക, നേരെ ഈ ലൈറ്റിൻ്റെ ഈ ഭാഗത്തൂടെ കൊണ്ട് വെച്ചിട്ട് ഞാൻ സെക്കൻഡ് ഷോട്ടിലേക്ക് അതിനെ കണക്ട് ചെയ്യുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഞാനൊരു ഹോട്ട്സ്പോട്ട് എടുത്തിട്ട് ഈ ബെഡിൻ്റെ ഇവിടേക്ക് വയ്ക്കുന്നു. എന്നിട്ട് നമ്മുടെ ഈ രാത്രി എന്നുള്ള ഷോട്ട് ഉണ്ടല്ലോ അതിലേക്ക് കൊടുക്കുന്നു. ഇതാണ് രാത്രി എന്നുള്ള ഷോട്ട്, അതിലേക്ക് ഇട്ടു. ഓക്കെ, ഇത് സീൻ 10_1 എന്നുള്ളത്, അതായത് ഈ ഒരു ഷോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഫുൾ ഇരുട്ടാണ്, അല്ല ഫുൾ ഇരുട്ട് മീൻസ് രാത്രിയുള്ള ആ ഒരു ലുക്കാണ്, ഹാങ്ങിങ് ലൈറ്റ് കത്തുന്നില്ല, മനസ്സിലായില്ല, അങ്ങനെ ആക്കി. അപ്പോൾ ഈ ഷോട്ടിൽ നിന്ന് നമുക്ക് അങ്ങോട്ട് പോവാം. പിന്നെ സീൻ 9_1 എന്നുള്ളത്, അതായത് ഈ ഒരു ഷോട്ട് ലൈറ്റ് ഹാങ്ങിങ് ലൈറ്റ് ഇട്ടിട്ടുള്ള ഷോട്ടിലേക്കും പോവാം. എന്നിട്ട് സെറ്റ് ചെയ്തു. അവർ ഇതിന് ഇനീഷ്യൽ വ്യൂ ആണെന്ന് പറഞ്ഞ് ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക, സെറ്റ് ഇനീഷ്യൽ വ്യൂ സെറ്റ് ചെയ്യുക. കഴിഞ്ഞ അടുത്ത സീൻ 9_1ലേക്ക് പോകുന്നു. എന്നിട്ട് ഞാൻ നേരെ ലിങ്ക് ഹോട്ട്സ്പോട്ട് ഇവിടെ വയ്ക്കുന്നു. ഞാനിത് സീൻ 9ലേക്ക് കൊടുക്കുന്നത് വെച്ചാൽ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ സെയിം ലുക്ക് പക്ഷേ ഹാങ് ലൈറ്റ് കത്തരുത്. അത് ആ ലുക്ക് വരുന്നത് എവിടെയാണ്, ഈ സീൻ 9ലാണ് കേട്ടോ. സെയിം ലുക്ക് ഹാങ് ലൈറ്റ് കത്തുന്നില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ടു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് റീനെയിം ചെയ്യാം. ഇതിനെ ഞാൻ ഡേ എന്ന് എഴുതും. ഇതിന് ഡേ പ്ലസ് എനിക്ക് ആ ലൈറ്റ് കത്തുന്നുണ്ട് കേട്ടോ, അറിയാൻ വേണ്ടി. ഇതെന്താ, നൈറ്റാണ്. ഈ ഷോട്ടിൽ എന്താണ്, നൈറ്റ് പ്ലസ് ലൈറ്റ് കത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ റീനെയിം ചെയ്യാം തൽക്കാലം, നമുക്ക് എളുപ്പമാണ്. നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇതിലേക്ക് പോയിക്കാണ് ഡേ പ്ലസ് ലൈറ്റ്, അത് കറണ്ട് ആംബിയൻസിൽ ഈ ലൈറ്റ് കത്തും. ഇവിടെ എന്ന് പറഞ്ഞാൽ നൈറ്റിലേക്ക് പോകാനുള്ളതാണ്. ഓക്കെ, അതേപോലെ തന്നെ ഇതിനെ സെറ്റ് ചെയ്യുക. ഇവിടുത്തെ കറണ്ട് ആംബിയൻസിൽ ലൈറ്റ് ഓഫ് ചെയ്യണമെങ്കിൽ ഇത് ഞെക്കിയാൽ മതി. ഞാൻ അതൊരു ലിങ്ക് ഹോട്ട്സ്പോട്ട് കൊടുക്കുന്നു. അതായത് ലൈറ്റ് ഉണ്ട്, ഇവിടെ ഞെക്കി കഴിഞ്ഞാൽ നൈറ്റിലേക്ക് പോകണം. അപ്പോൾ നൈറ്റ് പ്ലസ് ലൈറ്റ്, മനസ്സിലായില്ലേ, അതെടുത്ത് കൊടുക്കുക. ഞാൻ ഇവിടേക്ക് ക്ലിക്ക് ചെയ്യുന്നു. ഈ സെയിം പരിപാടി റിപ്പീറ്റ് ചെയ്ത്, ഇത് ഇരുട്ടാണ്, ഇവിടെ ലൈറ്റും കത്തുന്നില്ല. എനിക്ക് ലൈറ്റ് കത്തിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, നൈറ്റ് സിറ്റുവേഷനിൽ ലൈറ്റ് കത്തണം. അപ്പോൾ അത് നൈറ്റ് പ്ലസ് ലൈറ്റ് കൊടുക്കുക. കഴിഞ്ഞ് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് രാവിലെ ആവണം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഡേ എന്നുള്ളത് വയ്ക്കുന്നു. അതിന് അടുത്തേക്ക് പോവാം. ഇവിടെ എന്താണ്, ലൈറ്റ് കത്തറുണ്ട്, രാത്രിയാണ്. അപ്പോൾ എനിക്കിത് ഒന്ന് വേണ്ടത് രാത്രിയാണ്, ലൈറ്റ് ഓഫ് ചെയ്യണം. ജസ്റ്റ് നൈറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുന്നു. പിന്നെ ഉള്ളത് എനിക്ക് ലൈറ്റ് കത്തി കിടക്കുമ്പോൾ രാവിലെ ആക്കണം. അങ്ങനെയാണെങ്കിൽ നേരെ ഈ ഡേ പ്ലസ് ലൈറ്റ് കൊടുക്കുക കേട്ടോ. ഇത്രേ ഉള്ളൂ. ഈ 4 ഓപ്ഷൻ കൊടുത്ത് വെച്ചിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്ത് എൻ്റെ ഈ ഒരു ഹൗ ടു ക്രിയേറ്റ് 360 എന്നുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെ ഡിപ്ലോയ് ചെയ്തൊരു വ്യൂവറാക്കി മാറ്റിയെടുത്തിട്ട് ഞാൻ നേരത്തെ കാണിച്ച പോലെ ഒരു കൈൻഡ് ഓഫ് ഈ ഒരു കൈൻഡ് ഓഫ് ഇത് ശരിക്കും 360 തന്നെയാണ്. ഇത് ഉണ്ടാക്കണമെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാൽ മതി. ഈ ഒരു ഹൗ ടു ക്രിയേറ്റ് 360 വിർച്വൽ വാക്ക് ത്രൂ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എങ്ങനെ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത്. കുറച്ച് 25 മിനിറ്റ് ഒരു വീഡിയോ ആണ്, ലെങ്തിയാണ്, പക്ഷേ പഠിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് സാധനമാണ്. നമ്മളൊരാൾക്ക് ഒരു PDF ഒക്കെ ആയിട്ട് കൊടുക്കണതിലും ഭേദമാണ് ശരിക്കും ഈ 360 കൊടുക്കുന്നത്. ആ വീട് മുഴുവൻ ഇങ്ങനെ നടന്ന് കാണാൻ പറ്റി കഴിഞ്ഞാൽ അതും ഒരു ലിങ്ക്, നമുക്ക് ഈ ലിങ്ക് മാത്രം വെറുതെ കോപ്പി ചെയ്ത് അയച്ചു കൊടുത്താൽ മതി. ഒരാൾക്ക് ലൈഫ് ടൈം ആയിട്ട് അവിടെ കിടന്നോളും. അങ്ങനത്തെ സാധനമാണ്, വീട് മുഴുവൻ നടന്ന് കാണുകയും ചെയ്യാം. മനസ്സിലായില്ലേ? ആ പരിപാടി അറിയണമെങ്കിൽ എൻ്റെ ആ വീഡിയോ ഒന്ന് പോയി കാണാം, 360 ക്രിയേറ്റ് ചെയ്യാനുള്ള. അപ്പോൾ എന്നിട്ട് ഇതേപോലുള്ള ചെറിയ ടെക്നിക്കൊക്കെ ചെയ്ത് നോക്കണമെങ്കിൽ ഇത്രേ ഉള്ളൂ. ഇത് കണ്ടില്ലേ, ലൈറ്റ് കത്തുന്ന കിടക്കുക, നേരെ നൈറ്റിലേക്ക് പോവാം, കണ്ടില്ലേ, രാവിലത്തിലേക്ക് പോവാം, ലൈറ്റ് ഓഫ് ചെയ്യുക. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്തപ്പോൾ എനിക്ക് വന്നൊരു ഐഡിയ ആണ്. ഇതിന് എന്താ പറയുക, ലിമിറ്റ് ഇല്ല എന്നാണ് ഞാൻ പറയുന്നത്. അതായത് എനിക്ക് ശരിക്കും ഇപ്പം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഞാൻ ഈ ഷട്ടർ ഇങ്ങനെ ഒരു ഷോട്ട് ഞാനിപ്പോൾ D5 ഇങ്ങനെ നിൽക്കുന്ന ഒരു ഷോട്ട് ഞാൻ റെൻഡർ എടുക്കുകയാണ് 360. അതിന് സെക്കൻഡ് ഷോട്ടിൽ ഞാൻ ഈ ഷട്ടറിനെ നമ്മുടെ സ്കെച്ചപ്പ് മോഡലോ എന്തെങ്കിലും മോഡൽ ചെയ്യുമ്പോൾ ഇതിനെ ഷട്ടർ തുറന്ന് വെച്ചിട്ടുള്ള ഒരു റെൻഡർ എടുക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് പിന്നെ 360 ആയി കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഷോട്ടിലേക്ക് പോകാം, ഷട്ടർ തുറന്ന് നടക്കുന്ന ഷോട്ടിലേക്ക് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇമാജിനേഷനാണ്. ഞാൻ എപ്പോഴും പറയും, ഇമാജിനേഷനാണ് നമ്മുടെ ലിമിറ്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് നമ്മൾ 360നെ ഒന്നും കൂടി ഇൻട്രാക്റ്റീവ് ആക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് ചെറിയ ടെക്നിക്സ് ഉപയോഗിച്ചാൽ മതി. വേണമെങ്കിൽ നിങ്ങൾക്ക് കർട്ടൻ മാറ്റുന്ന രീതിയിലൊക്കെ സെറ്റ് ചെയ്യാം. ഒരു ഷോട്ട് കർട്ടൻ ഇട്ടെടുക്കാം, അടുത്ത ഷോട്ട് കർട്ടൻ മാറ്റിയാലെടുക്കാം. എന്നിട്ട് ഇതേപോലെ ഈ ഹോട്ട്സ്പോട്ട് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കൊടുത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കർട്ടൻ തുറന്ന് വരുന്ന പോലത്തെ കൈൻഡ് ഓഫ് ഒക്കെ നിങ്ങൾക്ക് ഈ 360യിൽ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു ഐഡിയ തോന്നിയപ്പോൾ ഞാനെടുത്ത വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണത്. വേറെ എന്തെങ്കിലും ഐഡിയാസ് ഇന്നോവേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റിലിടാം, നമുക്കതൊന്ന് ചെയ്തൊക്കെ നോക്കാം. എൻ്റെ മനസ്സിൽ ഇപ്പോൾ പെട്ടെന്ന് തോന്നുന്നത് കർട്ടനും ഈ ഷട്ടറിൻ്റെയും കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഡോർ തുറക്കണതൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നുള്ളൂ. ഈവൻ സീലിംഗ് ലൈറ്റ്സ് ഓൺ ചെയ്യുക ഓഫ് ചെയ്യാന്നൊക്കെ ഇതുപോലെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.